അപ്പം ഇന്നത്തെ മീൻകറിയും അപ്പവുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതാവുമ്പോഴത്തേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് അതിനെക്കാട്ടിലും വലിയ സ്പെഷ്യൽ ആവുമല്ലോ. ശരിക്കും ചേച്ചി 2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നെന്ന് വെച്ചോ, ആ വീട് ഉറങ്ങി കിടക്കും. പണ്ട് വിളിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പം പ്രശ്നം ഒരു ഏജ് കഴിയുമ്പോഴേ ഉറപ്പാണ്. നമ്മൾ കാറിലോട്ട് കയറുമ്പോഴേ സെല്ലെടുത്തോ അങ്ങനെ ചോദിക്കാൻ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടം തോന്നി? അതെനിക്കേടാ ഇപ്പോഴും എന്ത് കണ്ടോണ്ടാ എന്ത് വന്ന് ശിശു വിവാഹം പോലെ. നമസ്തേ. നമസ്തേ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഫോർമലായിട്ട് തുടങ്ങുമ്പോഴത്തേന് എല്ലാവരും വിചാരിക്കുമല്ലേ ഞാൻ ഇന്നും എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ല എന്തെങ്കിലും ഒരു കാര്യം അങ്ങനത്തെ പറയാൻ വരുവാന്ന്. പക്ഷെ എന്നാന്നറിയോ, ഈ ഉപദേശമല്ല ഒരു കാര്യം പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്നതേലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനം മെൻ്റലി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നാണെന്നറിയാമോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ദേഷ്യം വരും. ആർക്കാ ദേഷ്യം? ഈവൻ എന്താ പറയുക, മൃഗങ്ങൾക്കൊക്കെ വരെ ദേഷ്യമുണ്ട്, ഇല്ലെന്ന് ആരാ പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് പുരുഷന്മാർക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് അതിനും ഉത്തരം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും സ്ത്രീകൾക്ക് മെനോപോസ് ടൈമിൽ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിൽ ഒക്കെ മൂഡ് സ്വിങ്സ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലും ആ മൂഡ് സ്വിങ്സിൽ വരുന്നത് എന്നാന്ന് വെച്ചാൽ ദേഷ്യമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അത് വലിയൊരു എക്സാമ്പിളാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേന് ആ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ മൊത്തം അങ്ങ് കറിയും ചോറും പല വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ടു ബി ഫ്രാങ്ക്, അവൾ എന്നെപ്പോലെ തന്നെ ഒരു നല്ലൊരു, എന്നെപ്പോലെ എന്നല്ല എന്നെക്കാട്ടിലും നല്ലൊരു കുക്കാണ്. നല്ലതായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, ഒത്തിരി ഇഷ്ടമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. ഇതേപോലെ പരീക്ഷിച്ച് പിള്ളേർക്കും കൊടുത്ത് അയൽവക്കക്കാർക്കും ഒക്കെ കൊടുത്തേച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ ചെന്നേച്ചും ചോദിച്ചു, നീ എന്നൊക്കെ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി? ആ പാടെ 4 പേരേ ഉള്ളൂ, ഇതിനകത്ത് നീ ടേബിൾ നിറച്ചുണ്ടാക്കി, ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ലടി, അതുകൊണ്ട് ഞാനിത് മൊത്തം ഉണ്ടാക്കി. എന്താ വെച്ചാൽ അല്ല, എനിക്ക് ദേഷ്യം വരുമ്പോഴേ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ ഉണ്ടാക്കും, അതിനിപ്പോൾ ആരും ഒതിരുന്ന് എതിർക്കണ്ട. ഞാൻ പറഞ്ഞു ശരി മനസ്സിലായി, ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ, ഇനി സമാധാനപ്പെടൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി എന്നാന്നറിയോ, ഓക്കെ അവൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവൾ എന്നാ ചെയ്തതെന്നറിയോ, എനിക്കതിനകത്ത് വേറെ ഒന്നും തോന്നിയില്ല, എനിക്ക് ഭയങ്കര പോസിറ്റീവ് അതിനകത്ത് തോന്നിയേ. അവൾക്ക് ദേഷ്യം വന്നപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കുക്കിംഗ്. അവൾ അതങ്ങ് ചെയ്തു. അപ്പോൾ എന്നാ പറയുക, അവളുടെ ദേഷ്യം അതിനകത്ത് അങ്ങ് സപ്രസ് ആയി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു വ്യക്തി, അത് ഒരു ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഒരാളുടെ മൂഡ് മാറിയാൽ മതി അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ നല്ലൊരു മൂവ്മെൻറ്റ് ഇല്ലാതാവും. നമ്മുടെ ഒരു ഇച്ചിരി മൂഡ് കൊണ്ട് മുഖവും വീർപ്പിച്ചിരുന്ന് എന്നാ കിട്ടാനാ, ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് ഇന്ന് ആനീസ് കിച്ചൻ ഭയങ്കര ഐശ്വര്യത്തോടെ തുടങ്ങാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ. വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫിഷ് കറിയാണ് ചെയ്യുന്നത്, വെജ് അല്ല നോൺ വെജ് അല്ല. എല്ലാവർക്കും അറിയാലോ അല്ലേ അത് നോൺ വെജ് ആണെന്നുള്ളത്. എന്തൊരു പൊട്ടത്തര ഇവൾ പറയുന്നത് എന്നല്ലേ ചിന്തിച്ചേ. സാരമില്ല, ചില സമയം പൊട്ടത്തരമൊക്കെ പറയുമ്പോഴും രസമുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻകറി എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്തില്ലേ, ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത പോലത്തെ അല്ല, കുറച്ചൊരു വ്യത്യാസമായിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി വെച്ചാലും മീൻ കറി വെച്ചാലും ഒക്കെ ഒത്തിരി ടേസ്റ്റാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കി കൊടുത്തു, അപ്പോൾ ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അതാണ് എൻ്റെ ഏക സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാൽ നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ആദ്യം നമ്മൾ എന്നാ പറയുക, ഇച്ചിരി കുറച്ച് സാധനം അരയ്ക്കാനുണ്ട്. അരയ്ക്കാനെന്ന് പറയുമ്പോൾ ഇത് വഴറ്റിയെടുത്താൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരച്ചെടുക്കുമ്പോൾ അതിന് ഗ്രേവിക്ക് ഒരു ഇച്ചിരി തിക്നെസ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അത് വെച്ച് എന്ന് നമ്മളിങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ട് എണ്ണയിലൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്മുടെ മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ച് ഒരു സവാള അതിൻ്റെ കണക്കാക്കി ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, റഫായിട്ട് കട്ട് ചെയ്തിട്ടേച്ചാൽ മതി. ഇതെന്തായാലും ചതയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയുടെ കണക്ക് മതിയെ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ.
അല്ലാതെ ഇത്ര ഒന്നും അളവ് പറയുന്നില്ല. കാര്യം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മീനിൻ്റെ അളവ് പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ദശകട്ടിയുള്ള മീൻ ഏതാ? നെമ്മീൻ നല്ലതാ, ബാസ ഫിഷ് നല്ലതാ, മോത നല്ലതാ, ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് മീൻ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇട്ടാൽ എന്തൊക്കെയാ? സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇടാൻ പോകുന്നത് കുറച്ച് സാദാ ജീരകമാണ്. സാദാ ജീരകത്തിൻ്റെ ചൊവ, ഇത് സത്യം പറഞ്ഞാൽ മീൻകറിയിൽ സാദാ ജീരകത്തിൻ്റെ ചൊവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒരു മോഹിച്ചിരിക്കോ എന്നല്ലേ തോന്നുകയല്ലേ. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളിട്ടേച്ചാൽ മതി. പക്ഷെ അതിനകത്ത് ആ ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും വരികയില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാൻ, ചതക്കുകയല്ല ചെയ്യുന്നത്, അരച്ചേച്ചാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയും കൂടെ ഒന്ന് ചൂടാവട്ടെ. വേണ്ടേ, ഞാൻ അത് ഇച്ചിരി ചതച്ചെടുത്തിട്ടുണ്ടേ. ചതച്ചല്ല, കുറച്ച് അരയി തന്നെ ചെയ്തു. എന്നാൽ തീരെ അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. നമ്മുടെ ചട്ടി ചൂടായി. ഇനി മീൻകറി വയ്ക്കുമ്പോൾ എത്രയായാലും നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും മതി. എനിക്ക് ശരിക്കും മീൻകറി വെക്കുമ്പോഴത്തേനും ഒരു ഇറച്ചിക്കറി, നാടൻ ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ ഏറ്റവും ഇഷ്ടം എനിക്ക് വെളിച്ചെണ്ണയിൽ വെക്കാനാണ്. അതിൻ്റെ ഒരു സ്വാദ് തന്നെയാണ്. എണ്ണ നല്ല ചൂടായിട്ട് ഫസ്റ്റ് കുറച്ച് കടുക്, ഉലുവായും ഇതേപോലെയാ ഒരു 3-4 മണി ഇട്ടേച്ചാൽ മതി. എന്നാന്നറിയോ, അത് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ കഴിക്കും. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടാം, അതല്ല വട്ടത്തിൽ അരിയാം, എങ്ങനെയായാലും. പിന്നെ ഈ പച്ചമുളക് ആണെങ്കിൽ ചില പച്ചമുളക് നല്ല എരിവാ, നോക്കിയേച്ച് വേണം. ഞാനിവിടെ ഇതിപ്പോൾ ഏകദേശം 1 കിലോളം അടുപ്പിച്ച് വരും. അതിൻ്റെ എരിവ് കണക്കാക്കി, അതായത് ഇപ്പം ഞാൻ ഇടാൻ ഒരു 4 പച്ചമുളക് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഇനി ഇത് നല്ലതായിട്ട് വഴറ്റണം. വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വഴന്ന് വരികയല്ല ചെയ്യേണ്ടത്. ഇത് വഴന്ന് വരുമ്പോൾ കുറച്ച് കുഴഞ്ഞ് എണ്ണ വറ്റി ഇങ്ങനെ പിരിപിരിപിരാവും. അതാണ് അതിൻ്റെ പരുവം. അതായത് ഒരു ബ്രൗൺ നിറം ആവണം. അതാണ് അതിൻ്റെ അല്ലെങ്കിലുണ്ടല്ലോ ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചൊവ്വ ഇങ്ങനെ അതിനകത്തോട്ട് നിൽക്കും. അപ്പോൾ അത് മാറാനായിട്ട് അതിൻ്റെ മാക്സിമം പരുവം എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിരിയാണിയുടെയൊക്കെ ആ ഒരു ബ്രൗൺ അല്ല. ഇത് ഇച്ചിരി മൂത്ത് വരുമ്പം തേങ്ങ നമ്മൾ വറുക്കാൻ എടുക്കുകയല്ലേ, വറുത്ത് കഴിയുമ്പോൾ ഉള്ളൊരു പരുവമില്ലേ, അതേപോലെ ഇതിങ്ങനെ പിരിപിരാവും. അതാണ് അതിൻ്റെ പരുവം. ഇത് പാനിനകത്ത് ഇടുമ്പം കുറച്ചുകൂടെ ഇങ്ങനെ എന്നാ പറയുക, ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ മൊരിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഗ്രേവി ചേർക്കുമ്പോൾ അതാവും. അതല്ല, പാനിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ നോക്കും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാനിൽ ചെയ്തു. ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്താൽ മതി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇപ്രാവശ്യം ആ ചൂടായ എണ്ണയിൽ ആ പൊടി ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മൂക്കുമല്ലോ, അത് മതി. അന്നേച്ച് നമ്മളിവിടെ ഒരു തക്കാളി അരച്ചു വെച്ചിരിക്കുവാണേ, അത് ഇതിനകത്തോട്ട് ചേർക്കുക. ഇതെല്ലാം ഈ അരച്ചു വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിരിക്കും. ഈ തക്കാളിയുടെ വെള്ളമയം ചെല്ലുമ്പോഴത്തേക്ക് ആ ചട്ടിയിൽ അടുക്കി പിടിച്ചിരുന്ന സാധനം എല്ലാം ഇങ്ങനെ ഇളകിക്കോളും. ഇനിയിപ്പോൾ അഥവാ നേരെ തിരിച്ചാന്ന് വെച്ചോ, നമ്മളിപ്പോൾ ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ 2 ഓപ്ഷൻസും തരാം. ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ, അതായത് പൊടി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർക്കുവാന്നേൽ
തക്കാളി നല്ല വഴന്ന് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പം നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കും. ഈ പൊടിയെല്ലാം ചേർത്ത് വെച്ച് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രൈനെസ് വരും. അന്നേരം എന്നാ ചെയ്യണമെന്നോ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഈ വെള്ളം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എൻ്റെ ഇപ്പോൾ ഇഷ്ടം. കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് മാത്രം ഈ വെള്ളത്തിന് അധികം വെള്ളം നമ്മുടെ ചട്ടിയിലോ കറി വെക്കുമ്പോൾ ഒഴിക്കാതെ അതിൽ നിന്ന് തന്നെ വെള്ളം, നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തക്കാളിയിൽ തന്നെ ആ വെള്ളം വരും. ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഉപ്പിട്ടോ, പിന്നെ നോക്കി വെച്ചിടാം. പുളി ഉപയോഗിക്കുന്നത് കുടംപുളിയാണേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പുളി ഇട്ടേ. ഇനിയാന്നു അതേ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുവാന്നേൽ ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിച്ച് ഒത്തിരി അങ്ങ് ഒഴിക്കരുത്. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ എണ്ണ തെളിയിച്ചെടുത്താൽ മതി. അന്നേരം എന്നാ അറിയോ ഗുണം, നമ്മുടെ അതിനൊരു ഇട്ട പൊടിയൊക്കെ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോവാതെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അല്ലെങ്കിൽ പരിചയം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇടുമ്പോഴത്തേന് ആ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ എണ്ണയൊന്ന് തെളിയിച്ചെടുത്തേച്ചാൽ മതി. വേണ്ടേ, ഇപ്പം അത് കണ്ടോ, എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, അതല്ല രണ്ടാം പാലാണെങ്കിൽ അതും ചേർക്കാം. ഇപ്പം ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച്. ഇതിപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ നമ്മുടെ മീനും അങ്ങ് ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ തവി ഇട്ട് ഇളക്കരുതെന്ന് അമ്മമാർ പറഞ്ഞു തന്നേക്കുന്നത്. പക്ഷേ മീൻ വെന്തിട്ടാണ് അത് ചെയ്യാൻ പാടില്ലാത്ത. അതിന് മുമ്പ് ഒന്ന് ഇളക്കി ആ ഗ്രേവിയിലേക്ക് മീനൊന്ന് നല്ലോണം താത്തി വെക്കാം, എന്നാലല്ലേ മൊത്തത്തിൽ ഒന്ന് വേവത്തുള്ളൂ. ഇനി ചെറിയ തീയലിട്ടിട്ട് ആവശ്യം പോലെ കറിവേപ്പില, എന്നെപ്പോലെ കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു മണം നമ്മുടെ മീൻകറിയെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ്. കറിവേപ്പിലയുടെ മണം മീൻകറിയിലൊക്കെ ഇടുമ്പോൾ അത് നല്ലതാണ്. ഇനിയിപ്പോൾ കൊള്ളുകലെന്ന് പറഞ്ഞാലും ഞാൻ പറയും നല്ലതാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ചെറിയ തീയൽ ഇത് ഇരുന്ന് ആ മീനിനകത്തു നിന്നും കൂടെ ഒന്ന് വെള്ളം ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ആവശ്യമുള്ള ഗ്രേവി. ഇനി ഇത് ഒത്തിരി അങ്ങ് നീണ്ട ഗ്രേവിയൊന്നുമല്ല, ഒരു സെമി ഗ്രേവി അത്രേ ഉള്ളൂ. അതായത് ഇനി മീനിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത്രയും ഉള്ള ഗ്രേവിയെ ഈ മീനിന് കാണത്തുള്ളൂ. ഇനിയിപ്പോൾ അഥവാ വേണമെന്ന് വെച്ചോ, ഗ്രേവി കൂടുതൽ വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചില്ലേ, ആ സമയത്ത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് മീൻ ഇട്ട് വേവിക്കുക. വാങ്ങാറായിട്ട് ആ രണ്ടാം പാൽ നല്ലോണം തിളച്ച് ഒരുവിധം വറ്റി കഴിയുമ്പോഴത്തേക്ക് തലപ്പാൽ ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു ഗ്രേവി കിട്ടും. പക്ഷേ ഒന്നാം പാലിൽ വേവിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് ഈ മീൻകറിയുടെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. 2 ഓപ്ഷനുണ്ട്, രണ്ടിനും സ്വാദ് വ്യത്യാസമൊന്നുമില്ല. എന്നാലും കട്ടിപ്പാലിൽ വേവുന്നതും രണ്ടാം പാലിൽ വേവുന്നതിനും ഒരു വ്യത്യാസമുണ്ടല്ലോ, ആ വ്യത്യാസം എന്തായാലും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് അപ്പം അതിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്നത്. നല്ല കോമ്പിനേഷനാണ് അപ്പവും മീൻകറി എന്ന് പറയുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, എനിക്കെന്നല്ല മിക്കവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പവും മീൻകറി, ദോശ മീൻകറി. ഈ മീൻകറി ചോറിൻ്റെ കൂടെയും ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇത് പത്തിരിയുടെ പോവും, പിന്നെ ഏത് വേണമെങ്കിലും ചപ്പാത്തിയിലൂടെ ഒക്കെ നല്ല ബെസ്റ്റ് മീൻകറിയായത്. അപ്പം ഇന്നത്തെ മീൻകറിയും അപ്പവുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതാവുമ്പോഴത്തേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് അതിനേക്കാട്ടിലും വലിയ സ്പെഷ്യലാവുമല്ലോ. കാര്യം എന്നാണെന്നറിയോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലും എൻ്റെ കാലത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എവർഗ്രീൻ ഡയലോഗ് അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗ് എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ചിലപ്പോൾ അത് ശരിയാവുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഡയലോഗ് എന്നാന്ന് വെച്ചാൽ ഇന്നതാന്നേ,
നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്നാണ് ആ ഡയലോഗ്. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ ഇത് ആര്, ഏത് ഫിലിം, ആര് പറഞ്ഞതാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും, അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആ വലിയ വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, എല്ലാവർക്കും അറിയാം. ആരും അറിയാത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മറ്റാരുമല്ല, ഡോക്ടർ ചെറിയാൻ കൽപ്പവാടി എന്നേ ഞാൻ പറയുള്ളൂ. ആ ഡോക്ടർ എന്ന് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഇന്നിവിടെ ഒറ്റയ്ക്കല്ല വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടുകൂടി, അതായത് വൈഫ് ചേച്ചിയുടെ കൂടിയാണ് വരുന്നത്. ചേച്ചിയുടെ മുമ്പിൽ ഞാനൊക്കെ വെറും ഷൂ ആണ്. സത്യം എന്നറിയോ, പാചകത്തിൻ്റെ കലവറയാണ്. ആരാണ് ഞാൻ പറയാം, എറണാകുളം ട്രിവാൻഡ്രം എറണാകുളം പോകുന്ന വഴിക്ക് കൽപ്പവാടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആരും കാണാത്തവരില്ല. അവിടുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തികളും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ രുചി കൂട്ടുകളുടെ കൈപുണ്യം എന്ന് പറയുന്നത് ഈ ചേച്ചി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അവിടുത്തെ ഫിഷ് മോളിയും അപ്പവുമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഞാൻ എപ്പോൾ പോകുമ്പോഴും വേറെ ഒന്നും ഓർഡർ ചെയ്യില്ല, അത് മാത്രമാണ് കഴിക്കുന്നത്. അത് മാത്രമല്ല, പ്രത്യേക ഡിഷ് മാത്രമല്ല, അതിനകത്തുള്ള ഓരോ ഡിഷും എല്ലാവരും പോകുന്നവർ കഴിച്ചു നോക്കണം. അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് അറിയത്തുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള നെടുതൂണെന്നൊക്കെ പറയുന്നത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ മുമ്പിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷൂവാ. സാർ നമസ്തേ. നമസ്തേ സാർ, വരണം, അത്തോട്ട് വരണം. നമസ്തേ ചേച്ചി. നമസ്തേ സാർ, വരണം, ഇരിക്കണം. ചേച്ചി എത്ര കാലമായി കണ്ടിട്ട്? എനിക്കൊന്ന് കുറേ നാളല്ലേ? ആണ്. ശരി, പക്ഷെ ഞാൻ ഈ പ്രോഗ്രാംസ് കാണാറുണ്ട്. താങ്ക് യു. ചേച്ചി എന്നെ കാണാറുണ്ട്, പക്ഷെ ഞാൻ ചേച്ചി കാണാറില്ല. എന്നാണ് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചിയുടെ വർത്താനം മിക്ക പ്രേക്ഷകരും കേൾക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ചേച്ചിയുടെ വർത്താനം എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇല്ലെന്ന് ഇപ്പൊ തന്നെ തേണ്ട, ഞാൻ ഇത്രയും 2 വർത്താനേ പറഞ്ഞോളൂ. അന്നേരം തന്നെ അതിന്റെ ഇടയിൽ എന്നെ പറ്റി ഒരു 4 കമന്റ് പറഞ്ഞു കഴിഞ്ഞേ. പക്ഷെ വർത്താനം പറയരുതെന്ന് പറഞ്ഞാൽ മാത്രമേ ചേച്ചിക്കുള്ള പണിഷ്മെന്റ് തോന്നുന്നു. സർ, ഞാൻ വല്ലപ്പോഴും ഒന്നും മിണ്ടായിരിക്കാവോ ചോദിക്കുന്നു. പക്ഷെ മിണ്ടാതിരിക്കാവോന്ന് ചോദിച്ചാൽ ചേച്ചിയെ കൊണ്ടുപോക്കൂ? ഇല്ല, പറ്റിയല്ലോ. പ്രത്യേകിച്ച് പറ്റിയല്ല. അത് കൊച്ചിലെ, അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഈ പേര് വീണത് തന്നെ. ചേച്ചിയുടെ പേരെന്നാ? തത്തമ്മ. തത്തമ്മ ഏത് നേരം വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് അപ്പനും അമ്മയും അറിഞ്ഞിട്ട പേരാന്ന് തോന്നുന്നു. അതെ, കൊച്ചിലെ ഒരുപാട് 8ാം മാസത്തിലെ സംസാരിച്ചു തുടങ്ങി. വിട്ടില്ല. അത് പേര് വീണത് ശരിക്കും. ആക്ച്വലി സാർ നല്ല വർത്താനം പറയും. എന്റെ അറിവിൽ എനിക്ക് അത്രയും സാർ റിസർവ്ഡ് ആണ്. പക്ഷെ വർത്തമാനം പറയുന്നവരുടെ അങ്ങ് പറയും. പക്ഷെ എനിക്ക് സാറിനോടൊക്കെ ഉള്ള റെസ്പെക്ട് എന്ന് വെച്ചാൽ, ഞാൻ എന്റെ 3rd ഫിലിം ഞാൻ സാറിന്റെ മൂവിയാ ചെയ്തത്. അപ്പം സാറ് ഇങ്ങനെ ഭയങ്കര റിസർവ്ഡ്. അപ്പൊ ഞാനൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സാർ. അപ്പൊ സാറിന്റെ അടുത്ത് ചേച്ചിയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് സാറിനോട് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു റെസ്പെക്ട് സ്റ്റിൽ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പൊ സാർ ഇത്രയും ഞാൻ കണ്ടിടത്തോളം സാർ ഒത്തിരി ഒതുങ്ങി, ഇങ്ങനെ ആവശ്യത്തിന് മാത്രം. മേ ബി ഫ്രണ്ട്സിന്റെ ഇടയിൽ വേറെ ആളായിരിക്കും, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ഞാൻ കാണുന്ന സാറും ചേച്ചിയും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഈ ബുദ്ധിജീവി ടോക്സ് ഇങ്ങനെ അത് അങ്ങനെയുള്ള ഇതാ. ഞാൻ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം സത്യമല്ലേ ചേച്ചി? അതൊരു രസമാണ്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ നോർമലായിട്ട് നമുക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഞങ്ങളുടെ ആ വീട്ടില് എല്ലാവരും പറയും, ചേച്ചി ആ വീട്ടിലില്ലെങ്കിൽ അറിയാനൊക്കും. ശരിക്കും ഇവരാരും ഇല്ലെങ്കിൽ അറിയത്തില്ല കേട്ടോ. ശരിക്കും അല്ല, സാറിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. ശരിക്കും ചേച്ചി 2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നെന്ന് വെച്ചോ, ആ വീട് ഉറങ്ങി കിടക്കും. പണ്ട് പുള്ളിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പം പ്രശ്നം ഒരു ഏജ് കഴിയുമ്പോഴേ ഉറപ്പാണ്. ഒരു ഏജ് കഴിയുമ്പോ പിന്നെ അങ്ങനെയാണ്. ശരി, നമ്മുടെ വൈഫ് ഇല്ലെങ്കിൽ അല്ല, ഇപ്പൊ പ്രായമായി വരുമോ? ഇപ്പൊ ഇനി ഭാര്യയേ ഉള്ളൂ. അതല്ല, നമ്മള് കാറിലോട്ട് കയറുമ്പോഴേ സെല്ലെടുത്തോ അങ്ങനെ ചോദിക്കാൻ. അപ്പൊ ഇതൊക്കെ സാറിനൊരു ചേച്ചി പറഞ്ഞ പ്രായമായില്ലേന്ന് പറഞ്ഞു. അപ്പൊ നല്ലൊരു പ്രായത്തിൽ ഒന്നും വേണ്ട. നല്ല പ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ എനിക്കൊന്നും നേരെ കണ്ടിട്ട് പോലും ഇല്ല. ശരിക്കും കാര്യം തന്നെ. അല്ല, ആ സമയത്ത് ഒരു പുരുഷന് ഡിപ്പെൻഡന്റ് അല്ല, പക്ഷെ നമ്മൾ പിന്നെ ഡിപ്പെൻഡന്റ് ആവും. നമ്മള് പിള്ളേരെ വളർത്തുന്നു. അല്ലല്ലേ, ചെറിയ അന്ന് ഭയങ്കര ബിസി ആയിരുന്നു സിനിമ ഇതിനകത്ത്. അല്ല, ഒരു സമയം കഴിയുമ്പോഴേ വൈഫ് ബിക്കംസ് എ മദർ ആക്ച്വലി. സത്യം, അത് ഒരു സ്ത്രീക്ക് എന്തെല്ലാം റോളുണ്ട് സാർ ഒരു ജീവിതത്തിൽ അല്ലേ? ഇവിടെ ട്രിവാൻഡ്രത്തിരിക്കുന്ന മോന് ഇവിടെ ഇരുന്നോണ്ടാ ഞാൻ ഓർഡർ ചെയ്യുന്നത് സ്വിഗ്ഗിയിൽ, രാത്രി കഴിക്കാൻ, ഫുഡ് കഴിക്കാനായിട്ട്. കാരണം നമ്മളാണല്ലോ അവരെ കുറിച്ച് പറയുന്നത്. പക്ഷെ അവര് ചോദിക്കുമ്പോൾ നോക്കാം, ചെയ്യാൻ സമയമുണ്ടല്ലോ. നമുക്കൊരു ടെൻഷൻ. ഇടയ്ക്ക് ഞാൻ വായിച്ചു, ഒരാൾ വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എഴുതിയേക്കാണ്,
ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് അവൾ എന്നിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ അവളിൽ എത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്ന്. സർ, ഇതൊരു കാര്യം ഞാനൊരു പരിഭവത്തോടുകൂടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു പിള്ളേരെ വളർത്തിയ സമയത്തും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സാറ് അതിനെപ്പറ്റി അറിഞ്ഞില്ല. സിനിമയുടെ സാർ എന്നെ ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നത് എനിക്കറിയാൻ മേല. സാറിന്റെ ഹിസ്റ്ററി എടുത്തു വെച്ച് നോക്കുമ്പോൾ എത്ര ഫിലിം സാർ, ലാൽ സലാം, ഉള്ളടക്കം, മിന്നാരം, പക്ഷേ, അക്ഷരം, അതെടുത്ത് പറയാം, നിർണയം, എത്ര സാക്ഷ്യം, ഇത് എത്ര മൂവി സർ. സർ എന്നിട്ട് ഇപ്പൊ അതേപോലെ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്. പക്ഷെ അതേപോലത്തെ ഒരു 90s 80s ഫിലിംസ് നമ്മൾ ഇപ്പോഴും കൊതിക്കുന്നുണ്ട്. പക്ഷെ അത് വരുന്നില്ലല്ലോ ഇപ്പോഴും. സർ ചെയ്യാത്ത എന്താ? അതുകൊണ്ടല്ല അത് എല്ലാം ഒരു പ്രൊഡ്യൂസർ ഒത്തു വരണം, ഡയറക്ടർ ഒത്തു വരണം, അതിന് പറ്റുന്ന നായക നടൻ റെഡിയാകണം. സർ എല്ലാം ഉണ്ട്. സാറിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ കുറവേ ഉള്ളൂ. പിന്നെ ചേച്ചിയോട് ഞാൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതെന്റെ പ്രേക്ഷകരോട് കൂടെ ചേർത്ത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കലവറ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ മീൻകറിയായിട്ട് മുന്നിൽ വരാൻ പോകുന്നത്. ചേച്ചി ഞാൻ എടുക്കാം. തെറ്റുകുറ്റങ്ങൾ എന്നതേലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം സാറേ. തെറ്റുണ്ടെ ക്ഷമിക്കണേ കേട്ടോ. ഇത്രയും വലിയൊരു പാചക വിദഗ്ധയുടെ ഇത്രയും സ്വാദായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഭക്ഷണമേ ഉള്ളൂ. പക്ഷെ എന്നാലും ചേച്ചി അതിനെ വിലയിരുത്തി. അല്ലല്ല, ഭയങ്കര എനിക്ക് നല്ല നല്ല പ്രസന്റേഷൻ എല്ലാം നല്ലതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റ്. ശരിക്കും നമ്മൾ അറിയാം അതിനകത്ത് ഉപ്പിടുന്നതെന്ന് പറഞ്ഞാൽ ചിലർ പറയും ഉപ്പിടുന്ന ഉപ്പ് പോരാ. അപ്പം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അറിയാം. അവര് കറി ഇത് ഇടുന്ന സമയത്ത് അതിനകത്ത് ഉപ്പിട്ട പോരാന്ന് ഞാൻ തന്നെ വിളിച്ചു പറയാം, ഉപ്പ് പോരാന്ന് പറയാം. അപ്പൊ നമുക്ക് അറിയാം, ഇട്ടിട്ട് നമുക്കറിയാം. സോ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കുഴപ്പമില്ല. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, പറ്റുമായിരുന്നു സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിടിച്ചിടായിരുന്നു. ഞാൻ എന്തായാലും പോയി ഇരുത്തി കുറെ നേരം വർത്താനം പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് ഭക്ഷണവും കൂടെ തരണമല്ലോ, നാട്ടുകാരെന്നെ അടിക്കും. വലിയ ഷെഫിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പേടിച്ചാണ് ഇപ്പൊ ഞാൻ വരുന്നത് തന്നെ. കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പർ കറിയായിരിക്കും. ചായ കുടിക്കണം. ഞാൻ എന്നിട്ട് ചൂടായിട്ട് അപ്പം എടുത്തോണ്ട് വരാവേ. ഓക്കെ. ചേച്ചി മാർക്ക് കിട്ടണേ. ഞാൻ വിളമ്പിക്കോട്ടെ. പോരാ ചേച്ചിക്ക് രണ്ടപ്പം. ഡയറ്റ് ആണോ ചേച്ചി? ഓ നല്ല സുഖമായിട്ട് കഴിക്കും, ഒരു കുഴപ്പമില്ല. ഇതെന്താണ് ഇന്നത്തെ സാധാ ഫിഷ്? ഒരു കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ചൊരു നമ്മുടെ സാധാ ജീരകം ഒക്കെ അരച്ചിട്ട് ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ട്, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ വ്യത്യാസമില്ല. എന്നാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല. ചേച്ചി കഴിക്കൂ. എന്റെ അല്ല, നമ്മുടെ നാടൻ കുടംപുളി ഇട്ട്, നാടൻ കുടംപുളി ഇട്ട് കറി. ഓക്കെ. തേങ്ങ അരച്ച്? അതെ, തേങ്ങ അരച്ച്. തേങ്ങ അല്ല, തേങ്ങാപ്പാല്. തേങ്ങാപ്പാല്. ഓക്കെ. നല്ല നാടൻ നസ്രാണി കറിയായിരുന്നു. അത്ര പൊരിയല. ഞാൻ ശരിക്കും പറഞ്ഞ സാറിനെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കണം വിചാരിച്ചു. എന്താണെന്നറിയാം സാർ, ആദ്യം അച്ഛൻ്റെ ഒരു പ്രണയകഥ പറ്റി അറിയണം. രണ്ടാമത് സാറിന്റെ ലൈഫില് ഇതും പ്രണയകഥയാ. ചേച്ചി ഇതുവരെ അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പറയട്ടെ. അച്ഛന്റെ പ്രണയകഥ, മോന്റെ പ്രണയകഥ, മോന്റെ ലൈഫിലെ പൊളിറ്റിക്സ്, പിന്നെ സിനിമ ജീവിതം, പിന്നെ മെഡിസിൻ. ഇത് ഞാൻ സാറിനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ പോകുന്നത് ഡോക്ടർ ചെറിയാൻ കൽപ്പവാടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഡോക്ടർ എന്ന് പറയുന്നത് ആരും അധികം കേട്ട് കാണുന്നില്ല. പക്ഷേ സാറ് എങ്ങനെ അതായി, എന്താണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമല്ലോ, അത് സാറ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ പറഞ്ഞുതരും. ആദ്യം ചേച്ചി പ്രണയം പറയുന്നോ സാറ് പറയുന്നോ? ചേച്ചി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ രസം. അല്ല പ്രണയം എന്ന് വെച്ചാല് ശരിക്കും ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം സിനിമയില് സർവകലാശാല അല്ലല്ല വന്ന് ഫസ്റ്റില് ചെയ്യുന്ന ഇങ്ങനെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട്
മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിത്തമൊക്കെ തൊലച്ച് ഒരാളിങ്ങനെ നടപ്പുണ്ട്. ചേച്ചി ക്ലാസ്സിൽ പഠിത്തമൊക്കെ തോലച്ചിട്ട് അല്ല അപ്പോഴത്തെ 8 കൊല്ലമായി അല്ല ക്ലാസ്സിൽ കയറാത്ത എന്നും തോറ്റു കിടക്കുന്ന ഒരാളെന്നുള്ള ചേച്ചി അല്ല ചേച്ചി 4 എന്ത് വർഷം രസമായിട്ട് പറയുന്നേ. അല്ല 4 വർഷം ആന്റി ഹീറോയുടെ സ്നേഹം തോന്നില്ലേ? അങ്ങനെ ഹീറോ അല്ലേ ആന്റി ഹീറോ എന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് പഠിക്കേണ്ടത് 8 വർഷം കൊണ്ട് ബേസ് ഇട്ട് പഠിക്കാന്ന് കളിയാക്കി നമ്മൾ പറയുന്നില്ല. അങ്ങനെ പഠിച്ച സ്കൂട്ടറിൽ വല്ലപ്പോഴും മെഡിക്കൽ കോളേജ് കയറും, തോന്നുമ്പോൾ കയറും, തോന്നുമ്പോൾ ഇറങ്ങി വരും. സിനിമ എന്ന് പറഞ്ഞ ജീവിതം തൊലച്ച ഒരാൾ ദേ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അപ്പൊ എനിക്കിങ്ങനെ ഒരു കൗതുകം തോന്നി. സാധാരണ ചേച്ചി എങ്ങനെയാണ് അഡ്രസ് ചെയ്തേ നോക്കൂ. 8 വർഷം കൊണ്ട് മെഡിസിൻ 4 വർഷം പഠിക്കണ്ട, 4 വർഷം പഠിക്കേണ്ടത് 8 വർഷം കൊണ്ട് പഠിച്ച് ക്ലാസ്സിലും കയറാതെ മെഡിക്കൽ കോളേജിലും കയറാതെ തോറ്റ് കിടക്കുന്ന നല്ലതറിയാം. അങ്ങനല്ല, ഉഴപ്പിയത് കൊണ്ട് സപ്ലി എഴുതാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ്സിലൊന്നും കയറാതെ നടക്കുമ്പോൾ സിനിമ ആ ഒരു വർഷം എഴുതാതെ പോവും. പിന്നെ അടുത്ത വർഷം അങ്ങനെ പിന്നെ സപ്ലി പിന്നെ ഇങ്ങനെ 6 മാസം കൂടുന്തോറും എഴുതാം എന്ന് വിചാരിക്കും. മെഡിക്കൽ ഭാഷയിൽ അഡീഷണൽ പറയും. അഡീഷണൽ എഴുതി പിന്നെ അതങ്ങ് മനസ്സിലായി. ഇവിടെ കറി നല്ല സൂപ്പർ ആയിരിക്കും, ഇടയ്ക്ക് നല്ലായിരിക്കും. താങ്ക് യു. ഓ സർട്ടിഫിക്കറ്റ് കിട്ടി തമ്പുരാനെ. ഇനി സമാധാനമായിട്ടിരുന്ന എല്ലാം നാടൻ മീൻകറി. താങ്ക് യു സർ. അല്ലെങ്കിൽ ഇടയ്ക്ക് അത് പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ ചേച്ചി ബാക്കി കൂടെ പറഞ്ഞേ. അന്നേരം അങ്ങനെ കണ്ടു. ഇങ്ങനെ സർവകലാശാല ഇതെടുത്തു. ഞാനിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ സർവകലാശാല നിൽക്കുമ്പം അതിനകത്തൊരു സീനകത്ത് കണ്ട് കയറിച്ചുണ്ട് ഇങ്ങനെ. അപ്പൊ ആരാണ്ട് അതേ അതാ ചെറിയ സ്ക്രിപ്റ്റ് എഴുതിയ. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചേച്ചി എങ്ങനെ ഞങ്ങൾ ഇവര് താമസിക്കുന്ന സെയിം കോളനിയില്. ഞങ്ങൾ അതിന്റെ ഒരു വീടിനപ്പുറത്ത്. അന്ന് ഞാൻ ബികോമിന് പഠിക്കുമ്പോൾ അവധിക്ക് വരും കോട്ടയം CMS. അപ്പൊ ഇതിനെ കാണാറുണ്ട്. അപ്പൊ എല്ലാരും പുള്ളിയെ കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇളയ മോനുണ്ട്, കാശ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പഠിക്കത്തില്ല. അതപ്പ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഡോക്ടറിന് പഠിക്കാൻ കൊണ്ടാക്കിയവൻ ഇപ്പം സിനിമയും കളിച്ച് നടക്കുക എന്നൊക്കെ ഒരു പേര് ദോഷം. ഇപ്പോഴല്ലേ ഫിലിമിനൊക്കെ ഒരു നല്ല ഒരു എല്ലാം നല്ല. ഞാൻ നടക്കുന്നത് സോമേട്ടൻ എന്നെ കൊണ്ടുപോയി MG സോമേട്ടന്റെ കൂടെ ഇപ്പോഴും. പിന്നെ ഡയറക്ടർ മോഹൻ, പിന്നെ വേണുചേട്ടൻ. ഈ 3 പേരുടെ കൂടാണ് എന്റെ ലൈഫ് മുഴുവൻ. എന്നിട്ട് ചേച്ചി ബാക്കി പറഞ്ഞ എന്റെ പേരൻസ് ഒന്നും, എന്റെ ഫാദർ എഞ്ചിനീയർ. അപ്പം പിന്നെ ഇങ്ങനെ പഠിത്തമൊക്കെ ഇങ്ങനെ തുറച്ച് നടക്കുന്ന ഒരാൾ ചിന്തിക്കാൻ പോലും വയ്യ. ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടം തോന്നിയ അത് എനിക്ക് ഇടാ ഇപ്പോഴും എന്തോ വന്ന് ശിശു വിവാഹം പോലെ അങ്ങ് പറ്റി. ഓക്കെ ചേച്ചി ആരാ പറഞ്ഞു? ചേച്ചിയാണ് അങ്ങോട്ട് പറഞ്ഞത്? സാർ എന്നാ പറഞ്ഞു? അങ്ങനെ അറിയാ ഇഷ്ടമാണെന്നേ. സാറിന് അറിയായിരുന്നോ ചേച്ചിക്ക് ഇഷ്ടമാന്നുള്ളത്? അല്ലല്ല, ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജനേഷൻ തന്നെ ചേട്ടൻ വലിച്ചായിരുന്നു. ആദ്യം പറഞ്ഞു ബേസിക്കലി ഈ പുള്ളി ഇദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായോണ്ട് നമ്മൾ ഈ സാധാരണ ഞാൻ കാണുന്ന എന്റെ എല്ലാ തമാശകൾക്കും പൊട്ടിച്ചിരിക്കുന്നവരെയാ കാണുന്നത്. ഇത് അത്ര ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നുമല്ലോ, പുള്ളി മാത്രമേ വിളിച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം ചേച്ചി ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തു. പിന്നെ അത് എപ്പോഴോ അത് അങ്ങ് അങ്ങോട്ട് അത് അങ്ങ് പറഞ്ഞു. പിന്നെ ഏതായാലും വലിയ വിവാദമായിരുന്നു. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കാരണം ഇത് ഈ പഠിത്തത്തിന്റെ കണം മേടിക്കും. പിന്നെ അപ്പ കല്യാണം കഴിഞ്ഞപ്പം അപ്പ പിന്നെ എന്നോട് പറഞ്ഞു, ഇനി തത്തമ്മ എന്നെ വീട്ടിൽ വിളിക്കുന്ന തത്തമ്മേനാ. എല്ലാവർക്കും അങ്ങനെ അറിയത്തുള്ളൂ എന്നെ. അപ്പം തത്തമ്മ ഏൽപ്പിച്ചേക്കുന്നു. ഇനിയും മുതല് പഠിത്തം ഇമ്പോർട്ടൻറ്റ്, സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കും, നീ അത് നന്നായിട്ട് നോക്കി പഠിപ്പിച്ചു. ശരി ഓക്കെ അപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജ് ബുക്കൊക്കെ എല്ലാം തട്ടിക്കുടങ്ങി മെഡിക്കൽ കോളേജിൽ പോയി വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പഠിക്കാൻ 2 സ്റ്റുഡിയോസ് ആയിട്ട് കൊണ്ടിരുന്നത്. എൻ്റെ ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മെഡ്രാസിൽ നിന്ന് സുരേഷ് ബാലാജിയുടെ ഫോൺ വരുന്നത്, ഉള്ളടക്കം പടത്തിന് വേണ്ടിയിട്ട്. ഞാൻ ലാൽസലാം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലാലിൻ്റെ അടുത്ത് ഇങ്ങനെ ത്രെഡ് പറഞ്ഞായിരുന്നു. ലാൽ സുരേഷിനോട് പറഞ്ഞു. അപ്പോൾ സുരേഷിനെ വിളിച്ചു, ക്യാൻ യു കം ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടുമോറോ? സുരേഷ് ബാലാജി അതിനെ കളഞ്ഞില്ല. അപ്പൊ ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു, ജീവിതം തൊലച്ച് ഡോക്ടറാകത്തില്ലെന്ന് ഉറപ്പായല്ലോ. ഞാൻ സിനിമ ഫീൽഡിൽ പരിചയമില്ലല്ലോ. അല്ല അതല്ല, അവരുടെ വീട്ടുകാരും ഡോക്ടറെ കൊണ്ടല്ലേ കെട്ടിക്കുന്നുള്ള പ്രതീക്ഷ. വലിയ ചതിയല്ലേ ചെയ്ത്. അത് ആരാ പറഞ്ഞ ശരിക്കും ഡയലോഗ് അല്ല അന്നേരം ചേച്ചി പറഞ്ഞായിരുന്നു. എന്റെ പാഷൻ ഇത് മറ്റേതാ പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് പരീക്ഷ പിന്നെ എഴുതാമല്ലോ. ഈ പടമൊക്കെ മാറിപ്പോയത് സത്യം. സാറിന് ശരിക്കും ആദ്യമേ സിനിമയോടായിരുന്നു ഇഷ്ടം? അല്ല, ഇതൊക്കെ തലയിലെടുത്താണ്. കാരണം അച്ഛൻ്റെ അതാ പറയാം. എനിക്ക് ആക്ച്വലി സിനിമ എന്റെ മനസ്സിലേ ഇല്ല. ഐ വാണ്ടഡ് ടു ബിക്കം എ സൈക്കാട്രിസ്റ്റ്. അതുകൊണ്ടാണ് BSc സുവോളജി കഴിഞ്ഞ് MBBS ചേർന്നത്.
അപ്പൊ സാർ അപ്പം കംപ്ലീറ്റ് ചെയ്ത ഏതിലാണ്? അല്ല MBBS ഫൈനൽ ഇയർ ആയുള്ളൂ. അത് കഴിഞ്ഞ് സൈക്കാട്രിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലൊക്കെ ചെയ്യാൻ പറ്റിയത്. BA മാത്യു സാറൊക്കെ കണ്ടതൊക്കെ ചരിത്രം ആ കഥ ഉണ്ടാകുന്ന കാര്യം ഞാൻ പിന്നെ പറയാം. ഭയങ്കര അപ്പൊ മോഹനുമായിട്ട് നടക്കുന്നത്. മോഹന്റെ സിനിമ ആയിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള. അപ്പൊ പിന്നെ മോഹനാണ് എന്നെ വേണുനാളിലെ പരിചയപ്പെടുത്തുന്നത്. ശാലിനി എന്റെ കൂട്ടുകാരി സമയത്ത്. അങ്ങനെ പിന്നെ വേണുചേട്ടൻ്റെ കൂടായി, സോമേട്ടൻ പേര്. അപ്പൊ ഇവരുടെ മൂന്നുപേരുടെ കൂടാണ് എന്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നാച്ചുറലി അങ്ങനെ ആയതാ. വേണുചേട്ടന്റെ സ്ക്രിപ്റ്റിന് കൂടിയിരിക്കുമായിരുന്നു. ആസ് എ ഉഗ്രനായിട്ട് എഴുതുന്ന ആളാണ്. എന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ആസ് എ ഫ്രണ്ട്, ഒരു ബ്രദർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും എഴുതുമ്പോൾ ഞാൻ കോപ്പി എടുക്കാനും. ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു? സർവകലാശാല സുഗമോ ദേവി സൂപ്പർ ഹിറ്റ് ആയി. അപ്പൊ അതിന് ഞാൻ കൂടെ നിന്നു 24 hours. സാറിന് അവിടെ വരാൻ എങ്ങനെ ചാൻസ് വന്നേ? ഒരു ഫിലിമിലേക്ക് എൻട്രി വേണുചേട്ടനെ പരിചയപ്പെട്ടു, മോഹൻ പരിചയപ്പെടുത്തി. മോഹൻ സാറിനെ എങ്ങനെ അറിയാം? മോഹൻ സാർ എല്ലാം കൽപ്പവാടി വന്ന് കയറി അങ്ങനെ ഹോട്ടലിൽ മോഹന്റെ ആദ്യത്തെ പടമൊക്കെ കണ്ട് നമ്മള് 2 പെൺകുട്ടികളൊക്കെ കണ്ട് തകർന്നിരിക്കുകയാണ്. മനസ്സിലായി? അപ്പം എന്താ ഞാൻ ഇതൊക്കെ തലയെടുത്ത് വെച്ചാല് 20 എല്ലാം 10 വയസ്സിന് മൂത്ത ആൾക്കാരാണ്. പക്ഷെ എന്നെ കൂടെ കൊണ്ടുപോകണം. എവിടെ വേണ്ട തന്ന ഉടനെ എന്നെ വിളിക്കും. മോഹൻ വിളിക്കും, വേണുചേട്ടനും വിളിക്കും, സോമേട്ടനും വിളിക്കും. സോമേട്ടന് 10 കൊല്ലം, എല്ലാം 10 years, എല്ലാം സീനിയേഴ്സ് ആവും. അപ്പൊ അവരുടെ കൂടെ നടന്നു കിടന്ന് അങ്ങനെ ആയി. അപ്പൊ വേണുചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുമ്പോൾ തിരിച്ച നാളെ വരുമോ, അപ്പൊ നമ്മൾ കൂട്ടിരിക്കാൻ തുടങ്ങി, നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറയുന്ന പലതും ചില കൊള്ളാലോ, നല്ലൊരു കേൾവിക്കാരനായപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത്, അപ്പൊ നമുക്ക് കോൺഫിഡൻസ് വന്നു. അങ്ങനെ വേണുചേട്ടൻ്റെ കൂടെ സുഗോദേവി കഴിഞ്ഞു. ഫുള്ളാ വേണുചേട്ടൻ്റെ പടം. കഥ എല്ലാം വേണുചേട്ടൻ. ഞാൻ ചുമ്മാ കൂടെ ഇരിക്കും. അത് പെട്ടെന്ന് പടങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു കഥ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറി വാരൻസ് കോളേജിൽ സംഭവിച്ച കാര്യങ്ങളും അവിടെ എല്ലാം കഥ പഠിക്കരച്ചൻ അങ്ങനെയല്ല. കുട്ടനാടൻ മുഞ്ചേരി ഒരു പാട്ട് പാടി പഠിപ്പിക്കുന്ന അച്ഛനുണ്ടായിരുന്നു അവിടെ. അത് ജഗതി ചെയ്ത്. അപ്പോൾ അതിനോട് പറയുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. എല്ലാവരോട് പറഞ്ഞപ്പോൾ ചെയ്യാം. അപ്പോൾ എൻട്രി ആയി. അപ്പൊ അതൊന്നും ഇതൊരു പ്രൊഫഷൻ ആക്കാതെ കല്യാണത്തിന് ശേഷമാണ്. അപ്പൊ എന്റെ ഫാദറിന്റെ ലൈഫ് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ നമ്മള് റൂട്ടിലേക്ക് വന്നു എഴുത്തിന്റെ. കോൺഫിഡന്റ് ആയി തുടങ്ങി. അങ്ങനെ പിന്നെ ലാൽ സലാം എന്നുള്ള കഥയിലേക്ക് പിന്നെ വരും. അത് ശരിക്കും അച്ഛന്റെ കഥയാണ് 100%. പിന്നെ അത് പിന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള എരിവും പുളിയൊക്കെ ചേർത്ത് അത് നാച്ചുറൽ ഒരു ഫിക്ഷണലൈസ് ചെയ്തു. ഒരു ഓട്ടോബയോഗ്രഫി നമ്മൾ ഫിക്ഷണലൈസ്. ഉർവശി അമ്മച്ചിയുടെ റോളാണ്, തോട്ടപ്പള്ളിയിലെ അമ്മച്ചിയുടെ റോളാണ് ഉർവശി. ലാൽ ചെയ്തത് എന്റെ ഫാദറിന്റെ റോള്, മദറിന്റെ റോള് ഉർവശി. മുരളി ചെയ്തത് TV തോമസ്, മറ്റത് ഗൗരിയമ്മ. ഇതാണ് മനസ്സിൽ വെച്ചോണ്ട് നമ്മള് 100% ഓട്ടോബയോഗ്രഫി അല്ല, ഒരു കഥ കൊണ്ട് എടുത്തേച്ച് അതിനകത്ത് വേണ്ടി എല്ലാം ചേർത്ത്. അത് അൾട്ടിമേറ്റ്ലി ഒരു മോഹൻലാൽ സിനിമയാണ്. അതെ, നാച്ചുറലി നാട്ടുകാർ ഓടാനുള്ള എല്ലാ ചെരുവുകളും അതിനകത്ത് ചേർത്തു. പക്ഷെ അതിനകത്ത് ഡയലോഗ് അല്ലേ, ഞാനൊന്ന് പറഞ്ഞു നോക്കി, ഇപ്പൊ എനിക്ക് പറ്റില്ല. ആഗ്രഹം അതല്ല, ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരുടെ പോലും മാസ് ഡയലോഗാണ് അവര് പറയുന്നത്. അതെ, അതിനോട്. പക്ഷെ അത് ലാൽ സാറും കൂടെ പറയുമ്പോഴത്തേനും അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവുമല്ലോ. അത് ഇന്നത്തെ ജനറേഷനും അതൊരു മാസ് ഡയലോഗ് തന്നെയാ. സാർ, അപ്പൊ ആ ഫിലിം അച്ഛൻ കണ്ടോ? അച്ഛൻ കാണാൻ പറ്റും? മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എഴുതണമെന്ന് തോന്നിയത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് സാർ എഴുതിയത് അച്ഛന്റെ ഹിസ്റ്ററി വരണം എന്ന് വിചാരിച്ചു. വേണുചേട്ടൻ സിനിമ വീട്ടിൽ വരുന്നുണ്ട്. ഫാദറിൽ നിന്ന് ഇങ്ങനെ പഴയ കഥകൾ ഇങ്ങനെ. പുന്നപ്പുറവേലാറും പുള്ളി കർഷക തൊഴിലാളിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. സ്ഥാപക നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. EMSന്റെ കൂടെയൊക്കെ ഉള്ള ഒരാളാണ്. എന്നിട്ട് പുള്ളി അത് വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിന് വന്നത്, പ്രണയിച്ചതും അതിന്റെ റീസണിങ് ഒക്കെ വലിയ വലിയ പെണ്ണിനെ അതൊക്കെയാണ് കഥ. ചേച്ചി ഉള്ളടക്കത്തിന്റെ വർക്കിന് സാർ പോയല്ലോ. സാർ പോയപ്പോ ചേച്ചി പിന്നെ ഈ ബുക്ക് അങ്ങ് അടച്ചോണ്ട് വന്നു. പിന്നെ തുറക്കത്തില്ലെന്ന് മനസ്സിലായി, ഉറപ്പിച്ചു. അത് പിന്നെ ബുക്കൊക്കെ എടുത്ത് മേടി വെക്കുന്നത്. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു സാർ ഫീൽഡ് വരുന്നതും? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്തുവാ ഇത് അങ്ങ് ദേഹമൊക്കെ പോവാൻ എനിക്ക്. പക്ഷെ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലേ? ശരി, ഞാൻ ഹാപ്പി എന്നുള്ളതല്ല. സിനിമയ്ക്കകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമുക്കിങ്ങനെ. ആ കാലത്ത് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ പക്ക ഒരു നല്ല ഇതായിട്ട് നമ്മളതിനെ വളരെ അന്നത്തെ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയിൽ പോയി അവൻ പിന്നെ സിനിമയിൽ അങ്ങ് പോയി തൊലഞ്ഞു എന്നുള്ള ഒരു കാലത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ അതിൻ്റെതായിട്ടുള്ള കുട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടി ഒരു നല്ല അതെ, വളരെ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ചെറുപ്പക്കാർ അന്നും ഇന്നും സിനിമയ്ക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചറൽ
ഓരോ ജനറേഷൻ കഴിയുമ്പോഴേ അവര് ഒരുപാട് നല്ലതായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാവും. സിനിമ പഠിപ്പിക്കുക ഒരു പാഠ്യ വിഷയമായി മാറിക്കഴിഞ്ഞു. സത്യം. അല്ല അത് വേറെ കാര്യമുണ്ട്. ശരേഷൻ പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിക്കാതെ അത് പൂർത്തിയാകാതെ ഇതിനകത്ത് പോയോണ്ടാ കൂടുതലും ഇങ്ങനെ ഒരു പേര് വരാൻ കാര്യം. ഏതാ സിനിമ എന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിലും അത്. പക്ഷെ പിന്നെ അതിനകത്ത് പേര് കേട്ടപ്പം ആരും എല്ലാവരും ഡോക്ടർ ഇപ്പൊ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പോലും എടാ നീ അന്ന് രക്ഷപ്പെട്ടെന്നാ പറയുന്നത്. അല്ലെ ഇന്നും പഠിച്ചോണ്ടിരുന്നേ അല്ലേ? ഭയങ്കര കഷ്ടപ്പാടാണ്, ഒരുപാട് ലൈഫ് മാറ്റി വെക്കണം. പിന്നെ സാർ ഒരു കാര്യമുണ്ട്, സാറിന് ഒരിക്കലും അത് റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടില്ലേ? ഞാൻ അത് ആയില്ല. അല്ല, തോന്നാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ 10-15 പടം എഴുതിയില്ലേ. അപ്പൊ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് അലുമിനി കൂടി. അലുമിനി കൂടിയപ്പോഴത്തേക്കും ഞാൻ ചെല്ലാനായിട്ട് എല്ലാവരും കൂട്ടുകാരും അവരുടെ ഭാര്യമാരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരുടെ ഭാര്യമാരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഒരുത്തൻ എൻ്റെ ചെവി എന്ന് പറഞ്ഞു, നിന്നെ പോലെ ഒരു റാസ്കലിൻ്റെ. കാരണം അവൻ പഠിക്കുമ്പം അവൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. ഞാൻ 8 കൊല്ലം എടുക്കുമ്പോൾ അവൻ MD DM ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഒരു ഗോൺ കേസാണ്. അപ്പൊ എന്റെ ഫോട്ടോ എല്ലാവരും എടുക്കുക, അവന്റെ ഫോട്ടോ എടുക്കുന്നില്ല. MD DM കാരന്റെ ഫോട്ടോ ആർക്കും വേണ്ട. അത് കലാകാരന് കിട്ടുന്ന ഏറ്റവും സത്യം, ഒരു കലാകാരന് കിട്ടുന്ന പൂർണ്ണ അംഗീകാരം. അതുകൊണ്ട് നമുക്ക് ഒരു റിഗ്രറ്റ് നമുക്ക് തോന്നുന്നില്ല. സത്യം സാർ. എന്നാലും ഈ പഠിച്ച സമയത്തെ ഒരു ഡോക്ടറിന് പഠിച്ച് ഡോക്ടർ കിട്ടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. മെഡിക്കൽ കോളേജ് തമാശയായിരുന്നു. അവൻ പറഞ്ഞത് ഞാൻ ഇന്ന് ആത്മഹത്യ കൊള്ളാത്തുണ്ട്. എന്റെ അവന്റെ വൈഫ് എന്റെ ഫാനാ. അപ്പൊ എല്ലാ പടങ്ങളും തീർന്നു. അദ്ദേഹം ഇത്രയും മെനക്കെട്ട് പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? അല്ല, അത് പറയാം, ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. ശരിക്കും സാർ സൈക്കാട്രി എടുക്കണം എന്നും അതിനെപ്പറ്റി സാർ എന്തെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കേസസ് കണ്ടിരുന്നില്ല. അങ്ങനെയാണ് ഉള്ളടക്കത്തിലേക്ക് വരാൻ കാര്യം. കേസസ് വല്ലതും കണ്ടിട്ടാണ് പോയി. അപ്പൊ അങ്ങനെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആനക്ഡോട്ടാണ്. അപ്പൊ അങ്ങനെ PM മാത്യു വെല്ലൂർ സാർ ഞാനോട് വലിയ അടുപ്പമായിരുന്നു. ശിഷ്യനെ പോലെ കൊണ്ടു നടക്കാം. പുള്ളി സൈക്കോളജിസ്റ്റാണ്. ആ പുള്ളി ദിവസം കാണാൻ പോയപ്പോഴേ പുള്ളി ഒരു പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെ ഉള്ളടക്കത്തിന്റെ സബ്ജക്റ്റ് കിട്ടി. ഡോക്ടർ പറഞ്ഞേ, ചിലപ്പോൾ ഒരു പോയ കൊച്ചിനെ കണ്ടോ, രാമേന്ദ്രനെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. പ്രണയം മിസ്സായി പോയതാണ്. ഇങ്ങനെ ഒരു 10 സിറ്റിംഗ് കൊണ്ട് ഞാൻ രാമേന്ദ്രനെ മറപ്പിച്ചു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ അവളോട് പറഞ്ഞറിയോ, എനിക്കിപ്പോ സാറിനെ മറക്കാൻ പറ്റും. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു വെച്ചാല് ലവ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. ആ മറ്റേ ആളോടുണ്ടായിരുന്ന പ്രണയം ഇദ്ദേഹത്തിൽ, കാരണം ചില ചേഷ്ടകളായിരിക്കാം, വർത്തമാനമായിരിക്കാം, ലുക്സ് ആയിരിക്കാം, സൗണ്ട് ആയിരിക്കാം. അപ്പൊ നമ്മൾ സിമ്പതൈസ് ചെയ്യാം, എമ്പതൈസ് ചെയ്യരുത്. ചെയ്താൽ പിന്നെ ഡിപ്പെൻഡൻ്റ് ആവും. അത് സൂക്ഷിച്ചോളന്ന് അതെന്റെ മനസ്സിൽ കിടന്നു. അത് പുള്ളി ഇപ്പൊ സൈക്കാട്രിക്ക് പോവാൻ ഞാൻ നന്നായി. അല്ലെ സിമ്പത്തൈസ് ചെയ്ത് വേറെ വല്ലോ ചേച്ചി അപ്പ അതാ ആ ഉള്ളടക്കത്തിന്റെ സബ്ജക്ട് ബേസിക്കലി അതാണ്. അതെ, സത്യം. ലാലിന്റെ പേഷ്യന്റ് ലാലിനോട് പ്രണയം തോന്നിട്ട് മറ്റേ വൈഫിനെ തട്ടിക്കളയുന്നല്ലേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഒരു നിമിത്തമായി. സത്യം, ശരിക്കും നമ്മുടെ ലൈഫിലെ കുറെ എക്സ്പീരിയൻസ് ആണല്ലേ നമുക്ക് കഥ ത്രെഡ് ഒരുപാട് കിട്ടുന്നത്. ഒരു ഡൗട്ടും ഇല്ല.